നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വേദജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ രാശി മാറുന്നതുപോലെ തന്നെ പ്രധാനമാണ് നക്ഷത്ര മാറ്റങ്ങളും. വിവിധ ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റത്തിന്റെ പ്രഭാവം മനുഷ്യരുടെ ജീവിതത്തിൽ അത് തെളിഞ്ഞു കാണുക തന്നെ ചെയ്യും. അപ്പോൾ ദേവഗുരുവായ വ്യാഴം ജൂലൈ 31 രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നക്ഷത്രമാറ്റത്തിന്റെ പ്രഭാവം എല്ലാ രാശിക്കാരിലും മാറ്റങ്ങൾ തെളിഞ്ഞ് കാണുക ചെയ്യും. എങ്കിൽ പോലും 3 രാശിക്കാർക്കായിരിക്കും ഇത് ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ കൂടുതലായി അനുഭവിക്കാൻ യോഗം വരുന്നത്. അപ്പോൾ അത് ഏത് രാശിക്കാർക്കാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ. കാരണം അറിവുകൾ എല്ലാവരിലേക്കും എത്തട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വ്യാഴം ജൂലൈ 31 രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഗുണകരമായി മാറ്റങ്ങൾ വരാൻ പോകുന്ന രാശി ഇടവം രാശിയാണ്. അതിലാദ്യത്തെ രാശിയാണ് ഇടവം രാശി. ഇടവം രാശി വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഈ നക്ഷത്രക്കാർക്ക് ചെയ്യുന്ന ജോലികൾ എല്ലാം തന്നെ സഫലമായി തീരുന്ന ഒരു സമയമാണ്. സംതൃപ്തി അനുഭവപ്പെടും. ഏത് കാര്യം ചെയ്താലും അതിനൊരു സംതൃപ്തി അനുഭവപ്പെടുന്ന സമയമാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് ഏത് കാര്യങ്ങൾ ചെയ്താലും അവർക്കൊരു സംതൃപ്തി ഉണ്ടാവുകയും വരുമാന സ്രോതസ്സുകൾ പുതുതായി പല വഴികളിലൂടെ വരുമാനങ്ങൾ എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ്. ജോലി സ്ഥലത്ത് മികവ് തെളിയിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മികവ് തെളിയിക്കുന്നതനുസരിച്ച് പുതിയ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനും നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. വ്യക്തിത്വം വളരെ ആകർഷണീയമായി തോന്നുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആകർഷണീയമായി ഈ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ പറയാറില്ലേ, അവരെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടു മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് നമ്മളെ ഉപമിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്കൊക്കെ എത്തുന്ന സമയമാണ്. ആകർഷണീയത വളരെയധികം മറ്റുള്ളവർക്ക് നമ്മളോട് തോന്നുന്ന ഒരു സമയം കൂടിയാണ്. സമൂഹത്തിൽ നിങ്ങൾക്കൊരു സ്വീകാര്യത വർദ്ധിക്കുന്ന സമയമാണ്. തൊഴിൽ രഹിതരായിട്ടുള്ളവർ, അതായത് തൊഴിൽ ചെയ്യാത്ത ആളുകൾക്കെല്ലാം പുതിയ ജോലി ലഭിക്കും. ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്കെല്ലാം അന്വേഷണം പൂർത്തിയായിരുന്നു നല്ല ജോലി ലഭിക്കുന്ന സമയമാണ്. വ്യവസായികൾക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഒക്കെ ലാഭം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. വിവാഹിതർക്ക് ദാമ്പത്യം വളരെ സന്തോഷകരമായി മാറുന്ന ഒരു സമയം കൂടിയാണ് നാളെ മുതൽ ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന ധനുരാശിക്കാർക്കാണ്. ഇവർക്കും നേട്ടങ്ങളുടെ ഒരു സമയമാണ്. ഈ സമയത്ത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. നിക്ഷേപത്തിൽ നിന്നൊക്കെ ലാഭം നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. അതേപോലെ വാഹനമോ പ്രോപ്പർട്ടിയോ ഒക്കെ വാങ്ങാനും ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനും ഭാഗ്യമുള്ള ഒരു സമയമാണ്. ഏറെ നാളായി വാഹനമൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ വാഹന ഭാഗ്യമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ ഈ കാലയളവിൽ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് പറഞ്ഞാൽ വളരെ പല രീതിയിലുള്ള പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള പല സ്രോതസ്സുകളിൽ നിന്നും നമുക്ക് സമ്പത്ത് എത്തിച്ചേരുന്ന ഒരു സമയമാണ്. പണം ഉണ്ടാക്കുന്നതിന് പല വഴികളും മുന്നിൽ തെളിഞ്ഞ് വരുന്ന ഒരു സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ സംതൃപ്തിയും ചെയ്യുന്ന പ്രവൃത്തി സന്തോഷവും സംതൃപ്തിയും വർദ്ധിക്കുന്ന സമയമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വിജയം സുനിശ്ചിതമായ ഒരു സമയം കൂടിയാണ്. ഈ കാലയളവിൽ ഏത് തരത്തിലുള്ള മംഗളകർമ്മങ്ങൾക്കും പങ്കെടുക്കാനും അതേപോലെ ഭവനത്തിൽ മംഗളകരമായ കാര്യങ്ങൾ ചെയ്യാനും പുതിയതായി എന്ത് കാര്യങ്ങൾക്ക് വാഹനമാകട്ടെ അല്ലെങ്കിൽ വസ്തുവാകട്ടെ അതുപോലെ എന്ത് സ്വർണം ഒക്കെ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങളിലേക്ക് സമ്പത്ത് എത്തുകയും അതുവഴി നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കും ഒരു അവസരത്തിലേക്കും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക്. അടുത്തത് ചിങ്ങം രാശി വരുന്ന മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഇവർക്കും വ്യാഴത്തിൻ്റെ ഈ നക്ഷത്രമാറ്റം ശുഭകരമായി തന്നെ ഭവിക്കുന്നതാണ്. ഈ സമയത്ത് ഉടനീളം ഭാഗ്യത്തിൻ്റെ കടാക്ഷം ഇവർക്കൊപ്പം തന്നെ ഉണ്ടായിരിക്കും, നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരിക്കും. കാരണം എന്ത് കാര്യം ചെയ്താലും അതിൽ നമ്മൾക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി, ഒരു മാറ്റം, നമ്മൾ ഇതുവരെ പല കാര്യങ്ങളും മാറ്റി മാറ്റി വെച്ചിരുന്നത് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുവന്ന് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാനും പൂർത്തീകരിക്കാനും ഭാഗ്യം തന്നെ നമ്മൾക്ക് തുണിയായി വരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് പൂർത്തിയാക്കാതെ വെച്ചിരുന്ന കാര്യങ്ങൾ തന്നെ ആദ്യം പൂർത്തീകരിക്കാനായി ശ്രമിക്കുക. പല കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച പല കാര്യങ്ങളും മാറ്റി മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിതട്ടിയെടുത്ത്
നിങ്ങൾ അത് പൂർത്തീകരണത്തിന് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതിന് പറ്റിയ ഒരു സമയവും ഭാഗ്യവും സമ്പത്തും ഒക്കെ നിങ്ങളിലേക്ക് ഇപ്പോൾ നിൽക്കുന്ന സമയമാണ്. ഈ കാലയളവിൽ ഭൗതിക സുഖങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ബിസിനസ്സിൽ പണം ഉണ്ടാക്കുന്നതിന് പുതിയ വഴികൾ ഒക്കെ തെളിയുന്ന സമയമാണ്. അതായത് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ പുതിയ പല വഴികളും സാമ്പത്തികമായി പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനുള്ള പല വഴികളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവ്, ഒരുപാട് നാളായി വേതനത്തിൽ ഒരു വർധനവും ഇല്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതായത് ചിലവ് വളരെ കൂടുതലാണ്, എന്നാൽ വരവ് നമ്മളിലേക്ക് വളരെ കുറവുമാണ്. അതൊരു വളർച്ച ഉണ്ടാവാത്ത ഒരു അവസ്ഥ സാമ്പത്തികമായി. അപ്പോൾ അതൊക്കെ മാറി നിങ്ങൾ അർഹിക്കുന്ന ഒരു വേതനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്ഥാനക്കയറ്റം വർദ്ധിക്കുക. അപ്പോൾ സ്ഥാനക്കയറ്റം വർദ്ധിക്കുമ്പോൾ ഒരു ജോലിയിൽ പ്രൊമോഷനൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അത് ശമ്പള വർധനവും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ സാമ്പത്തികമായി തന്നെ ഒരു അടിസ്ഥാനം, ഒരു ബേസൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ദാമ്പത്യത്തിൽ പങ്കാളിയുടെ പൂർണ്ണ സഹകരണം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ദാമ്പത്യ ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹമൊക്കെ ഉള്ള ആളുകൾക്ക് അതൊക്കെ മാറി സന്തോഷത്തോടു കൂടി കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ജോലിയിൽ മറ്റു ഉത്തരവാദിത്വങ്ങളോ സ്ഥാനമാറ്റങ്ങളോ ഒക്കെ ലഭിച്ചേക്കാവുന്ന ഒരു അവസരമാണ്. അതായത് സാമ്പത്തികമായി നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുയോജ്യമായ ഒരു വരുമാനം നമ്മളിലേക്ക് എത്താതിരുന്ന ഒരു അവസ്ഥയൊക്കെ മാറി പ്രൊമോഷനും അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് വരുമാനം വർധനവും ഒക്കെ ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കൂടി ശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കയ്യിലേക്ക് ധാരാളം പണം വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ പല പല കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടണം എന്നൊക്കെ ചിന്ത വരും. പക്ഷേ അതല്ല, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ, നാളേക്ക് അത് ഉപയോഗപ്രദമെന്ന് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ വേണം സാമ്പത്തികമായി അത് ചെലവ് ചെയ്യാൻ. കാരണം അത്രത്തോളം കഷ്ടപ്പാടിൽ നിന്ന് വരികയാണ്. അപ്പോൾ സമ്പത്ത് നമ്മളിലേക്ക് എത്തുമ്പോൾ നാളത്തേക്ക് കൂടി സേവ് ചെയ്ത് വെച്ചിട്ട് വേണം എന്ത് കാര്യങ്ങളും വാങ്ങാനും പണം ചെലവഴിക്കാനും ഒക്കെ. അപ്പോൾ ഭൗതിക സുഖങ്ങൾ കൂടുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച നക്ഷത്രക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവർക്ക് അതിൻ്റെ ഫലമായിട്ടാണ് നാളെ മുതൽ നല്ലൊരു മാറ്റം വരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക്, എല്ലാ രാശിക്കാർക്കും എല്ലാ നക്ഷത്രക്കാർക്കും മാറ്റമുണ്ട് എങ്കിൽ പോലും ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഒരു പ്രത്യേകം ഒരു സാമ്പത്തിക മാറ്റം, ഒരു മനസ്സമാധാനം, സന്തോഷം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത്രത്തോളം ഭഗവാനെ വിളിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാൻ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ, ഒരു തണൽ, താങ്ങായിട്ടൊക്കെ ഭഗവാൻ തന്നെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. നല്ല വഴികൾ അദ്ദേഹം തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. സമ്പത്ത് കയ്യിലേക്ക് എത്തുന്ന സമയമാണ്. അനാവശ്യമായ ചിലവുകളൊക്കെ ഒന്ന് മാറ്റി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. ബാക്കിയുള്ള പണം എപ്പോഴും സേവ് ചെയ്ത് വെക്കുവാൻ കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഏവർക്കും നല്ല ഒരു സമയമാണ് ഏവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ചില നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം അല്ലെങ്കിൽ നാളെ മുതൽ തുടങ്ങുന്ന ഒരു സമയം, ഒരു പ്രത്യേക മാറ്റം ചില നക്ഷത്രക്കാർക്കുണ്ട്. എങ്കിൽ പോലും എല്ലാ രാശിക്കാർക്കും എല്ലാ നക്ഷത്രക്കാർക്കും നല്ല സമയമാണ്. എങ്കിലും മറ്റ് ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യം ഇത്തിരി അധികരിച്ചിരിക്കുന്ന സമയമാണ്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ മുഴുവനായി കാണുക. അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്താൻ കൂടി ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നന്ദി.